ഖത്തറിലെ പ്രഗ്നന്റ് ലേഡീസിന് ഇപ്പോൾ ഹെൽത്ത് സെന്ററിൽ പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 5 ക്ലിനിക്കുകൾ പറഞ്ഞുതരാം. പ്രൈവറ്റ് ക്ലിനിക്കുകൾ, അതായത് മെജോറിറ്റി മലയാളീസ് ഉള്ള. മെയിനായിട്ട് പറയാനുള്ള കാര്യം PHCയിലെ ചാർജും പ്രൈവറ്റ് ക്ലിനിക്കിലെ ചാർജും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യലും. കാരണം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പൊതുവെ ചാർജ് എല്ലാത്തിനും കൂടുതലായിരിക്കും. ഫസ്റ്റ് വൺ ആസ്റ്റർ ആണ്. ഇവിടെയായിരുന്നു ഞാൻ എൻ്റെ പ്രഗ്നൻസി കൺഫേം ആക്കുന്നതിന് വേണ്ടിയിട്ട് പോയത്. ഞാൻ പോയ ടൈമിൽ റിസപ്ഷൻ തൊട്ട് ഡോക്ടർ, അതുപോലെ തന്നെ ലാബിൽ ഇരിക്കുന്നവർ വരെ മലയാളീസ് ആയിരുന്നേ. ഓൾഡ് എയർപോർട്ട്, അൽ ഹിലാൽ, അൽക്കൂർ, ഈ ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ വേറെ ബ്രാഞ്ചസും ഉണ്ട്. കൂടുതലും മലയാളീസിന് അറിയാവുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെയാണിത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നസീമാണ്. ഇതും കൂടുതലും മലയാളീസ് ആണ് വരുന്നത്. മലയാളി ഡോക്ടേഴ്സ് ആണുള്ളത്. ഇവിടെ ഞാൻ ട്രീറ്റ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചാർജ് ആസ്റ്ററിനേക്കാൾ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കിംസ് ആണ്. ഇവിടെ ഞാൻ പിന്നെ ട്രീറ്റ്മെന്റിന് പോയിട്ടില്ല, പക്ഷെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മെജോറിറ്റി മലയാളീസ് ആണെന്ന്. അപ്പം നെക്സ്റ്റ് വരുന്നത് കിംസ് ആണ്. ലാസ്റ്റ് വരുന്നത് സിറ്റി മെഡിക്കൽസ് ആണ്. ഇവിടെ ഞാൻ പോയതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, മറ്റ് ക്ലിനിക്കുകളെ വെച്ചിട്ട് ചാർജ് കുറവുള്ളതുപോലെ തോന്നി. ഇടയ്ക്ക് വെച്ച് നാട്ടിൽ പോകേണ്ട ഒരു അർജൻസി വന്നപ്പോഴാണ് നമ്മൾ ഈ ക്ലിനിക്കിലോട്ട് ചെന്നത്. അപ്പൊ സ്കാൻ ചെയ്തപ്പോഴാണെങ്കിലും ഇക്കായ അടുത്ത് നിർത്താൻ സമ്മതിച്ചായിരുന്നേ. ആസ്റ്ററിലും നസീമിലും അവർ ഹസ്ബൻഡിനെ സ്കാനിങ് റൂമിൽ അലൗ ചെയ്യത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ഈ ക്ലിനിക്കുകളിലൊക്കെ തന്നെ കൺസൾട്ടേഷൻ ഫീ വരുന്നത് 100 to 250 റിയാൽ വരെയാണ്. നിങ്ങൾക്കറിയാവുന്ന മറ്റ് ക്ലിനിക്കുകൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കല്ലേ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് അക്കൗണ്ട് ഫോളോ കൂടെ ആക്കിയിട്ടേക്ക്. ബൈ.